ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉള്ള പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസിൽ അടുപ്പിച്ച് നമ്മളൊന്ന് വേവിച്ചിട്ടെടുക്കുക. വെന്ത് വന്നതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ 3.5 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുത്ത് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാത്രത്തിൽ 3.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറും 1 കപ്പ് അളവിൽ പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാലിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് തിക്കാക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ശേഷം ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് നമ്മൾ ക്യാരറ്റ് വേവിച്ചതും 2 സ്കൂപ്പ് ഐസ്ക്രീമും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. ഈ ഒരു കസ്റ്റാർഡിന്റെ മിക്സിലേക്ക് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നന്നായി തണുത്ത് വന്നതിന് ശേഷം സാധാരണ ഫ്രൂട്ട് സലാഡിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒട്ടും പുളിയില്ലാത്ത നല്ല മധുരമുള്ള പഴവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല അടിപൊളി ക്യാരറ്റ് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.